തിരുവനന്തപുരം ജവഹർ നഗറിലെ ഭൂമി തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് DCC നേതാവ് അനന്തപുരി മണികണ്ഠനെയും സംഘത്തെയും പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തട്ടിപ്പ് സംഘത്തെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെന്ന് പോലീസ്. പ്രവാസിയായ സ്ത്രീയുടെ 4.5 കോടിയോളം വില വരുന്ന ഭൂമിയും വസ്തുവുമാണ് മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിയെടുത്തത്. തട്ടിപ്പ് വിവരം പുറത്തുവന്നതോടെ ഒളിവിൽ പോയ മണികണ്ഠനെ ബാംഗ്ലൂരിൽ നിന്നാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത്. ഡോറ എന്ന സ്ത്രീയുടെ സ്വത്തുക്കളാണ് വ്യാജരേഖ ചമച്ചും ആൾമാറാട്ടം നടത്തിയും സംഘം തട്ടിയെടുത്തത്. ആൾമാറാട്ടത്തിനായി കൊല്ലം സ്വദേശിനി മെറിൻ ജേക്കബിനെയും മുക്കോല സ്വദേശിനി വസന്തയെയും ഏർപ്പാടാക്കിയതും മണികണ്ഠൻ തന്നെയാണ്. മണികണ്ഠൻ തയ്യാറാക്കിയ രേഖകളിൽ ഒപ്പിടുക മാത്രമാണ് ഉണ്ടായതെന്ന് അറസ്റ്റിലായ മെറിനും വസന്തയും മൊഴി നൽകിയിരുന്നു. മെറിനെ ഡോറയുടെ വളർത്തുമകളായി അവതരിപ്പിച്ച് ഭൂമി കൈമാറ്റം നടത്തുകയായിരുന്നു. പിന്നീട് ഭൂമിയും വസ്തുവും ചന്ദ്രസേനൻ എന്നയാളുടെ പേരിലേക്കും മാറ്റി. ഇയാളുടെ മരുമകനും വ്യവസായിയുമായ അനിൽ തമ്പിക്ക് വേണ്ടിയാണ് ഭൂമി കൈമാറ്റം നടത്തിയത്. അനിൽ തമ്പിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസെങ്കിലും ഇയാൾ ഒളിവിലാണ്. അനന്തപുരി മണികണ്ഠനെ കൂടാതെ സഹോദരൻ മഹേഷ്, തട്ടിപ്പിന് കൂട്ടുനിന്ന സെയ്ദലി എന്നിവരെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾക്ക് ഉന്നതബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പോലീസിന്റെ ശ്രമം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.